ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് SCERT ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഒരു ക്ലാസ്സാണ്. നമ്മുടെ ടോപ്പിക്കായി എടുത്തിട്ടുള്ളത് നമ്മൾ ജലം എന്നതാണ്. നമുക്കറിയാം, നമ്മുടെ PSC എക്സാമിലൊക്കെ ജലത്തെക്കുറിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് ജലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ജലം നമ്മളെ മനുഷ്യന്മാർക്കായാലും മറ്റ് ജീവജാലങ്ങൾക്കായാലും വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. അപ്പോൾ ഈ പിക്ചറിൽ അവർ നമ്മുടെ ശരീരത്തിലെ ജലത്തിൻ്റെ ഏകദേശ അളവുകൾ തന്നിട്ടുണ്ട്. നമ്മുടെ തലച്ചോറിൽ ഏകദേശം 73% എന്താണുള്ളത്? ജലമാണുള്ളത്. നമ്മുടെ തലച്ചോറിൽ 73% ജലമുണ്ട്. അതുപോലെ നമ്മുടെ രക്തത്തിൽ 94% ആരാണുള്ളത്? ജലമാണ് ഉള്ളത്. അതുപോലെ നമ്മുടെ വൃക്കകളിൽ 79% ജലമുണ്ട്. നമ്മുടെ പേശികളിൽ 75% ജലമുണ്ട്. ഹൃദയത്തിൽ 75% ജലമുണ്ട്. ശ്വാസകോശത്തിലോ 83% ജലമാണ്. നമ്മുടെ അസ്ഥികളിൽ 31% ജലമുണ്ട്. അപ്പോൾ നമ്മുടെ തലച്ചോറിൽ എത്ര ശതമാനം ജലമുണ്ട്? 73%. രക്തത്തിൽ 94%, വൃക്കയിൽ 79%, പേശികളിലും ഹൃദയത്തിലും 75%, ശ്വാസകോശത്തിൽ 83%, അസ്ഥികളിൽ 31% എന്തുണ്ട്? ജലമുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ശരീരത്തിൽ വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് ജലം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും എന്താവശ്യമാണ്? ജലം ആവശ്യമാണ്. അതുപോലെ സസ്യങ്ങളെ നോക്കിയാലും സസ്യങ്ങളിൽ എന്തിനൊക്കെ ജലം ആവശ്യമായി വരുന്നു? പ്രകാശ സംശ്ലേഷണത്തിന്, ശരീരത്തിൻ്റെ ഘടന നിലനിർത്തുന്നതിനും, ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതും, അതുപോലെ ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ എത്തിക്കുന്നതിന് എല്ലാത്തിനും എന്ത് വേണം? ജലം ആവശ്യമാണ്. നമുക്കറിയാലേ, നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാതിരുന്നു പറഞ്ഞാൽ ചെടി വളരുമോ? ഇല്ലല്ലോ, അത് കരിഞ്ഞു പോകില്ലേ. അപ്പോൾ ജലം മനുഷ്യരെ പോലെ തന്നെ മറ്റ് ജീവജാലങ്ങൾക്കും അത്യാവശ്യമായ ഒരു ഘടകമാണ്. എല്ലാ ജീവികൾക്കും ജീവൽ പ്രവർത്തനങ്ങൾക്ക് ജലം വളരെ അത്യാവശ്യമായ ഒന്നാണ്. ഇനി സാർവിക ലായകം. എന്തുകൊണ്ടാണ് ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നത്? അസാധാരണ സംയുക്തം, സാർവിക ലായകം എന്നെല്ലാം അറിയപ്പെടുന്ന ഒന്നാണ് ജലം എന്ന് പറയുന്നത്. കാരണം ജലം പലതിനെയും ലയിപ്പിക്കാനുള്ള കഴിവ് എന്തിനുണ്ട്? ജലത്തിനുണ്ട്. ഖരപദാർത്ഥങ്ങളെ മാത്രമല്ല, വാതകങ്ങളെയും ലയിപ്പിക്കാനുള്ള കഴിവ് ജലത്തിന് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ വാതകങ്ങളെ ലയിപ്പിക്കാനെന്ന് ചോദിച്ചു പറഞ്ഞാൽ നമുക്ക് ആദ്യം പറയാൻ പറ്റും നമ്മുടെ സോഡയാണ് അല്ലേ. ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകങ്ങൾ ലയിപ്പിച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്? സോഡ ഉണ്ടാക്കുന്നത്. സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാവുന്നത് കൊണ്ടാണ് അവിടെ എന്തുണ്ടാകുന്നത്? കുമിളകൾ ഉണ്ടാകുന്നത്. നമ്മൾ ഇതിന് മുമ്പ് ഒരു ചാപ്റ്ററിൽ, പഴയ SCERT ചാപ്റ്റേഴ്സിൽ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്നും, ഏതിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്നും പറയുന്നു. ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി എന്ന് പറയുന്നത്. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതിന് എന്തെന്ന് പറയുന്നു? ലായനി എന്ന് പറയുന്നു. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള സംയുക്തമാണ് ജലം എന്ന് പറയുന്നത്. ആ ജലം എന്ന് പറയുന്ന എന്തിൻ്റെ സംയുക്തമാണ്? എന്തെല്ലാം ചേർന്നുള്ള സംയുക്തമാണ് ചോദിച്ചാൽ എന്തെല്ലാം ചേർന്നുള്ളതാണ്? ഓക്സിജനും ഹൈഡ്രജനും ചേർന്നുള്ള സംയുക്തമാണ് ജലം എന്ന് പറയുന്നത്. അങ്ങനെ ഓക്സിജനും ഹൈഡ്രജനും ചേർന്നാണ് ജലം ഉണ്ടായത് എന്ന് കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ഇനി ജലത്തിൻ്റെ രാസനാമം ചോദിക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, അതിൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണുള്ളത്. അപ്പോൾ ഡൈഹൈഡ്രജൻ മോണോ ഓക്സൈഡ് എന്നതാണ് ജലത്തിൻ്റെ രാസനാമം എന്ന് പറയുന്നത്. നമ്മുടെ ശുദ്ധജലത്തിൽ ഏകദേശം 89% എന്തടങ്ങിയിട്ടുണ്ട്? ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട്. മൊത്തം ഭൂമിയിൽ 3% മാത്രമാണ് എന്തുള്ളത്? ശുദ്ധജലമുള്ളത്. അതുപോലെ ജലത്തിൻ്റെ ഒരു പ്രത്യേകത ചോദിക്കുകയാണ് പറഞ്ഞാൽ ഖരം, ദ്രാവകം, വാതകം ഈ 3 അവസ്ഥയിലും കാണപ്പെടുന്ന ഒരു പദാർത്ഥമാണ് ജലം എന്ന് പറയുന്നത്. ഇനി ലയത്വം, അതാണ് നമ്മൾ പറഞ്ഞത്. പലതരത്തിലുള്ള ലായനികൾ ഉണ്ടാക്കാൻ ജലം ഉപയോഗിക്കുന്നുണ്ട്. ജലത്തിൻ്റെ സ്വഭാവം അതിൽ അലിഞ്ഞു ചേർക്കുന്ന പദാർത്ഥങ്ങൾക്ക് അനുസൃതമായിരിക്കും. ഇതാണ് വിവിധ ആവശ്യങ്ങൾക്ക് ജലം പ്രയോജനപ്പെടുത്താൻ ഒരു പ്രധാന കാരണമായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജലത്തെ സാർവിക ലായകം എന്നും പറയുന്നത്.
ഇനി എന്താണ് കഠിനജലം, എന്താണ് മൃദുജലം എന്ന് പറയുന്നത്? അതായത് സോപ്പ് നന്നായി പതയാത്ത ജലത്തെ കഠിനജലം എന്നും സോപ്പ് നന്നായി പതയുന്ന ജലത്തെ മൃദുജലം എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ കഠിനജലം ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഈ മൃദുജലം ഉണ്ടാവുന്നത് എന്ന് നോക്കാം. ഈ മണ്ണിലൂടെയെല്ലാം ഒഴുകി വരുന്ന ജലത്തിൽ എന്ത് ചെയ്യും? ധാരാളം ലവണങ്ങൾ അലിഞ്ഞു ചേരും അല്ലേ? അങ്ങനെ ഇത്തരത്തിൽ അലിഞ്ഞു ചേരുന്ന ഈ ലവണങ്ങളാണ് എന്താക്കി മാറ്റുന്നത്? ജലത്തെ കഠിനജലമാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ ലവണങ്ങൾ അടിഞ്ഞു കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ലവണങ്ങൾ ലയിച്ചു ചേർന്നിട്ടാണ് ജലം എന്തായി മാറുന്നത്? കഠിനജലമായി മാറുന്നത്. മഗ്നീഷ്യം, കാൽസ്യം മുതലായ ലോഹങ്ങളുടെ ചില ലവണങ്ങൾ ലയിച്ചു ചേർന്നിട്ടാണ് ഈ ജലത്തിന് കാഠിന്യം നൽകുന്നത്. എന്നാൽ ഈ കാൽസ്യം ബൈകാർബണേറ്റും അതുപോലെ മാഗ്നീഷ്യം ബൈകാർബണേറ്റ് ലായനിയൊക്കെ, വെള്ളത്തിൽ ചേർന്ന ലായനിയൊക്കെ എന്ത് ചെയ്യും പറഞ്ഞാൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിൽ സോപ്പ് ചേർത്ത് പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് നന്നായി പതയും. കാരണം ഇത് ചൂടാക്കുന്നതോടെ അതിൻ്റെ ആ കാഠിന്യം എന്ന് പറയുന്നത് ജലം തിളപ്പിക്കുമ്പോൾ അതിൻ്റെ കാഠിന്യം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് എല്ലാത്തിലും അതുപോലെ ഇല്ലാതാവില്ല. അപ്പം നമ്മൾ മാഗ്നീഷ്യം, കാൽസ്യം അതുപോലെ ലോഹങ്ങളുടെ സൾഫേറ്റ്, ക്ലോറൈഡ് തുടങ്ങിയ ലവണങ്ങൾ ജലത്തിൽ ലയിച്ചു ചേർന്ന് പറഞ്ഞാൽ അതിൻ്റെ കാഠിന്യം തിളപ്പിച്ചു മാറ്റാൻ നമുക്ക് കഴിയില്ല. അപ്പം എന്താണ്? ഈ ലവണങ്ങൾ, മാഗ്നീഷ്യം, കാൽസ്യം തുടങ്ങിയ ലോഹങ്ങളുടെ ചില ലവണങ്ങൾ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? കഠിനജലം ഉണ്ടാവുന്നത്. അത് തിളപ്പിച്ചാൽ ഈ കഠിനജലത്തിൻ്റെ കാഠിന്യം മാറ്റാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? വെള്ളം തിളപ്പിച്ചാൽ മതി. എന്നാൽ മാഗ്നീഷ്യം, കാൽസ്യം ബൈകാർബണേറ്റുകൾ ലയിച്ചു ചേർന്നിട്ടുള്ള ജലത്തിൻ്റെ കാഠിന്യം എന്ന് പറയുന്നത് താൽക്കാലികം മാത്രമായതുകൊണ്ടാണ് നമുക്ക് അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ മാഗ്നീഷ്യം, കാൽസ്യം മുതലായ ലോഹങ്ങളുടെ സൾഫേറ്റ്, ക്ലോറൈഡ് തുടങ്ങിയ ലവണങ്ങളെല്ലാം ജലത്തിൽ ലയിച്ചു ചേർന്ന് പറഞ്ഞാൽ നമുക്ക് അത് തിളപ്പിച്ചുകൊണ്ട് അതിൻ്റെ കാഠിന്യം എന്ത് ചെയ്യാൻ പറ്റില്ല? ഇല്ലാതാക്കാൻ കഴിയത്തില്ല. അപ്പോൾ ജലത്തിൻ്റെ സാധാരണ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ഹൈഡ്രജൻ്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയിരിക്കുന്ന ജലത്തെ പറയുന്നത് എങ്ങനെയാണ്? ഘനജലം എന്നാണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്? നേരത്തെ പറഞ്ഞത് ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ ആണ്. അപ്പോൾ എന്താണ് ഹെവി വാട്ടർ അല്ലെങ്കിൽ എന്താണ് ഘനജലം എന്ന് ചോദിച്ചു പറഞ്ഞാൽ ഹൈഡ്രജൻ്റെ ആറ്റങ്ങൾക്ക് പകരം ഹൈഡ്രജൻ്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയിരിക്കുന്ന ജലമാണ്. എന്താണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്? ആറ്റോമിക് നമ്പർ സെയിമും മാസ് നമ്പർ വ്യത്യാസമായതാണ് അല്ലേ? അപ്പം അതിനെയാണ് ഘനജലം എന്ന് പറയുന്നത്. ഈ ഘനജലം നമ്മൾ എന്തിനെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ന്യൂക്ലിയർ റിയാക്ടറുകളിലാണ് ഈ ഘനജലം ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു സോപ്പ് നന്നായി പതയുന്നത് എന്ത് ജലമാണ്? മൃദുജലമാണ്. സോപ്പ് നന്നായി പതയാത്ത ജലം കഠിനജലമാണ്. ജലത്തിൻ്റെ സാധാരണ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ഹൈഡ്രജൻ്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയിട്ടുള്ള ജലമാണ് ഘനജലം എന്ന് പറയുന്നത്. ഇനി ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ സംയുക്തങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? കാൽസ്യം ബൈകാർബണേറ്റും മാഗ്നീഷ്യം ബൈകാർബണേറ്റുമാണെന്ന് പറഞ്ഞു. ഈ താൽക്കാലിക കാഠിന്യം ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് ജലം തിളപ്പിച്ചാൽ മതി പറഞ്ഞു. എല്ലാം പറഞ്ഞാൽ ലൈം ചേർത്താലും ഈ കാഠിന്യം എന്ത് ആയി മാറും? ഇല്ലാതായി മാറും. ഇനി ജലത്തിൻ്റെ സ്ഥിര കാഠിന്യത്തിന് കാരണമായ വസ്തുക്കൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് കാൽസ്യം, മാഗ്നീഷ്യം എന്നിവയുടെ സൾഫേറ്റുകളും ക്ലോറൈഡുകളുമാണ് ജലത്തിൻ്റെ സ്ഥിര കാഠിന്യത്തിന് കാരണമാവുന്നത്. ഇനി ജലത്തിൻ്റെ സ്ഥിര കാഠിന്യം ഇല്ലാതാക്കാനുള്ള മാർഗങ്ങൾ എന്താണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അതിൽ വാഷിംഗ് സോഡ ചേർക്കുക അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ ചെയ്യുക എന്നിവയിലൂടെ ജലത്തിൻ്റെ സ്ഥിര കാഠിന്യവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ കഴിയും. ഇനി എന്താണ് ബാഷ്പീകരണം എന്ന് നോക്കാം. ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. ചൂടാക്കുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോത് വർദ്ധിക്കുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നുണ്ട്. ഖരത്തിലായാലും ദ്രാവകത്തിലായാലും വാതകത്തിലായാലും എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ബാഷ്പീകരണം സംഭവിക്കുന്നുണ്ട്. ഈ മൂന്ന് അവസ്ഥയിലും കാണപ്പെടുന്ന ഒരു പദാർത്ഥമാണ് എന്ത് എന്ന് പറയുന്നത്? ജലം എന്ന് പറയുന്നത്. അതുപോലെ ജലം വിധാനം പാലിക്കുന്നു എന്ന് പറയില്ലേ? എന്താണ് ഈ ജലം വിധാനം പാലിക്കുന്നു എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത്? അതായത് ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളത്തിന് ക്ഷാമം വരുന്ന സമയത്ത് എല്ലാ ഭാഗത്തെ കിണറുകളിലും ഒരുപോലെ വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്? ഇല്ലാതാവുന്നുണ്ട് അല്ലേ? അതായത് നമ്മളിപ്പോൾ 3 ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ടൊക്കെ നമ്മൾ താഴത്തെ കൂടെ ട്യൂബ് കൊടുത്തതിന് ശേഷം നമ്മൾ
ഒരു പരീക്ഷണം എന്ന രീതിയിൽ ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ജാറിലത്തെ ആ വെള്ളം ബാക്കിയുള്ള ജാറുകൾക്കും ഒഴുകിയതിന് ശേഷം ആ ഒഴുക്ക് എപ്പോഴാണ് നിൽക്കുന്നത്? 3 ജാറുകളിലും ഒരുപോലെ വെള്ളം എത്തുമ്പോൾ ആ ഒഴുക്ക് എന്ത് ചെയ്യും? നിൽക്കും അല്ലേ? അതിനെയാണ് ഈ ജലം വിതാനം പാലിക്കുന്നു എന്ന് പറയുന്നത്. ഒരുപോലെ എല്ലായിടങ്ങളിലും നിൽക്കാനുള്ള ഒരു ടെൻഡൻസി അവിടെ ജലത്തിനുണ്ട്. ഈ വ്യവസായശാലകൾക്കൊക്കെ ഒരുപാട് വെള്ളം എടുക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ കിണറുകളിൽ വെള്ളം വറ്റുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ സമരങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് അല്ലേ? അതിനെല്ലാം ഒരു കാരണം ജലത്തിൻ്റെ ഈ പ്രത്യേകതകളാണ്. ജലത്തിൻ്റെ മറ്റു വസ്തുക്കളുമായിട്ടുള്ള കോണ്ടാക്ട് ആംഗിൾ. ഒരു പ്രതലത്തിൽ ജലം പരന്നൊഴുകുമ്പോൾ കോണ്ടാക്ട് ആംഗിൾ 0 ആകുന്നു. ഒരു പ്രതലത്തിൽ ജലം ഒഴുകാതെ ജലത്തുള്ളിയായി തന്നെ നിലനിൽക്കുമ്പോൾ കോണ്ടാക്ട് ആംഗിൾ എന്തായി മാറുന്നു? കൂടുകയാണ് ചെയ്യുന്നത്. അതായത് പരന്നൊഴുകുമ്പോൾ ജലത്തിൻ്റെ കോണ്ടാക്ട് ആംഗിൾ 0 ആവും. അത് ഒഴുകാതെ ജലത്തുള്ളിയായി നിൽക്കുമ്പോൾ അതിൻ്റെ കോണ്ടാക്ട് ആംഗിൾ കൂടുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പ്രതലവുമായി ഉള്ള ജലത്തുള്ളിയുടെ കോണ്ടാക്ട് ആംഗിൾ കൂടുമ്പോഴാണ് ജലം ആ പ്രതലത്തിൽ ജലത്തുള്ളിയായി തന്നെ നിലനിൽക്കുന്നത്. അതിനാൽ കോണ്ടാക്ട് ആംഗിളിൻ്റെ ജലവും മറ്റു പ്രതലങ്ങളും ആയിട്ടുള്ള ആകർഷണം അളക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ കോണ്ടാക്ട് ആംഗിൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ജലവും മറ്റു പ്രതലങ്ങളുമായിട്ടുള്ള ആകർഷണം അളക്കാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? കോണ്ടാക്ട് ആംഗിൾ ഉപയോഗിക്കുന്നത്. എന്താണ് ഈ പ്രതല ബലം എന്ന് പറയുന്നത്? പ്രാണികൾ ജലോപരിതലത്തിലൂടെ നടക്കാൻ കഴിയുന്നത് ഈ പ്രതല ബലം കാരണമാണ്. അതുപോലെ ബ്ലേഡ് ജലത്തിൽ താഴ്ന്നു പോകാതെ ജലനിരപ്പിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതും ഈ പ്രതല ബലം കാരണമാണ്. ജലോപരിതലത്തിലെ ജലതന്മാത്രകൾക്ക് അനുഭവപ്പെടുന്ന ബലം കാരണം ജലോപരിതലം വലിഞ്ഞു മുറുകി ഒരു പാട പോലെ പ്രവർത്തിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മളെ പ്രതല ബലം എന്ന് പറയുന്നു. അപ്പോൾ ജലത്തിന് പ്രതല ബലം കൊണ്ടാണ് എന്ത് ചെയ്യപ്പെടുന്നത്? ആ പ്രാണികൾക്ക് നടക്കാനും ബ്ലേഡ് അതിൻ്റെ മേലെയെല്ലാം നിൽക്കുന്നത്. ഒരു നിശ്ചിത മാസ് പദാർത്ഥം അതിൻ്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന ബലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രതല ബലം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നിശ്ചിത മാസ് പദാർത്ഥം അതിൻ്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബലമാണ് പ്രതല ബലം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത കാരണമാണ് ഈ ചെറു പ്രാണികൾ ജലോപരിതലത്തിലൂടെ ഓടി നടക്കുന്നത്, ബ്ലേഡ് താഴ്ന്നു പോവാത്തത്. അതുപോലെ ദ്രാവക തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം എന്താണെന്ന് ചോദിച്ചാലും അതും പ്രതല ബലമാണ്. ടാപ്പിൽ നിന്നും വീഴുന്ന തുള്ളികളുടെ അണ്ഡാകൃതിക്ക് കാരണവും ഈ പ്രതല ബലമാണ്. അപ്പോൾ ഈ പ്രതല ബലത്തിന് ഉദാഹരണം ചോദിച്ചാൽ പ്രാണികളുടെ ജലോപരിതലത്തിലൂടെ നടക്കാൻ കഴിവ്, അതുപോലെ ബ്ലേഡ് താഴ്ന്നു പോവാത്തത്, ദ്രാവക തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണം, ടാപ്പിൽ നിന്ന് വീഴുന്ന തുള്ളികളുടെ അണ്ഡാകൃതിക്ക് കാരണം എന്നിവയെല്ലാം എന്തിനാണ്? പ്രതല ബലത്തിന് കാരണമാണ്. അപ്പോൾ ഈ പ്രതല ബലം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നല്ല, ഈ നമ്മളെ വെള്ളത്തിലേക്ക് സോപ്പ് ചേർക്കുമ്പോൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? പ്രതല ബലം കുറയുന്നുണ്ട്. അതിനവർ ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെറിയൊരു ഉദാഹരണം പോലെ തന്നിട്ടുണ്ടായി. ഈ മുഷിഞ്ഞ തുണികളൊക്കെ സാധാരണ വെള്ളത്തിൽ അലക്കുമ്പോഴാണോ അതുപോലെ സോപ്പ് വെള്ളത്തിൽ അലക്കുമ്പോഴാണോ അതിൻ്റെ അഴുക്ക് പോകുന്നത് എന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. കാരണം ജലത്തിൻ്റെ ഉയർന്ന പ്രതലബലം മൂലം അവയ്ക്ക് തുണികളെ എളുപ്പം നനയ്ക്കാൻ കഴിയില്ല അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു, കാരണം പ്രതലബലം ഉള്ളത് കൊണ്ട് തന്നെ തുണികളെ എളുപ്പം നനയ്ക്കാൻ കഴിയില്ല. നമ്മൾ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ പ്രതലബലം ഈ ചേമ്പിലയിൽ അത് നിൽക്കുന്നത് ഒരു പ്രതലബലത്തിന് ഒരു ഉദാഹരണമാണ്. ആ വെള്ളത്തുള്ളി ആ ഗോളാകൃതിയിൽ നിൽക്കുന്നതും. അപ്പോൾ ഇങ്ങനെ ആ തുണികളെ അതിന് എളുപ്പം നനയ്ക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചേർക്കും? ജലത്തിൽ സോപ്പ് ചേർക്കുകയോ അല്ലെങ്കിൽ ചൂടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം കുറയുന്നു. ഇത് തുണി നന്നായി നനയ്ക്കുന്നതിനും അഴുക്ക് കളയുന്നതിനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സോപ്പ് ചേർക്കുമ്പോൾ അല്ലെങ്കിൽ ചൂടാക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും? വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ജലത്തിൻ്റെ പ്രതലബലം കുറയുന്നു. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് സോപ്പ് തന്മാത്രകൾക്ക് വസ്ത്രത്തിലെ അഴുക്ക് കണങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനും അവ നീക്കം ചെയ്യാനും കഴിയുന്നത്. അതുപോലെ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഈ വളയിൽ ചരടൊക്കെ കെട്ടിയിട്ട് അത് സോപ്പ് വെള്ളത്തിൽ ഇതാക്കിയിട്ട് ഒരു സൈഡ് പൊട്ടിക്കുമ്പോൾ ബാക്കിയുള്ള സൈഡ് ഇങ്ങനെ ചെരിഞ്ഞു പോയിട്ടൊക്കെ നിൽക്കുന്നത് കാണാം. അല്ലാതെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം കാരണമായിട്ട് ഇവിടെ പറയുന്നത് എന്താണ്? പ്രതലബലമാണ്. തന്മാത്രകൾ പരസ്പര ആകർഷണം മൂലം ജലോപരിതലത്തിന്റെ പരപ്പളവ് കുറയ്ക്കുന്ന വിധത്തിൽ ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതിനെ പ്രതല ബലം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് പ്രതല ബലം? തന്മാത്രകളുടെ പരസ്പര ആകർഷണം മൂലം ജലോപരിതലത്തിന്റെ പരപ്പളവ് പരമാവധി കുറയ്ക്കുന്ന വിധത്തിൽ ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതിനെ പ്രതല ബലം എന്ന് പറയുന്നു. ഇനി എന്താണ് താപധാരിത എന്ന് പറയുന്നത്? വെള്ളത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് താപധാരിത എന്ന് പറയുന്നത്. ഹീറ്റ് കപ്പാസിറ്റി.
മറ്റു പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന താപം താങ്ങാനുള്ള കഴിവ് എന്തിനുണ്ട്? ജലത്തിനുണ്ട്. 2 പാത്രത്തിൽ ഒരേ അളവിൽ വെള്ളവും അതുപോലെ വെളിച്ചെണ്ണയും അങ്ങനെ എന്തെങ്കിലും വെച്ച് പറഞ്ഞാൽ അതിൽ താപധാരിത കൂടുതൽ ഉള്ളത് ആർക്കായിരിക്കുക? മറ്റ് പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന താപം താങ്ങാനുള്ള അളവ് ആർക്കായിരിക്കും ഉണ്ടാവുക? അത് ജലത്തിനാണുള്ളത് അല്ലേ. ഒരു പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തിന്റെ അളവാണ് താപധാരിത എന്ന് പറയുന്നത്. താപധാരിത വളരെ കൂടുതലുള്ള ദ്രാവകമാണ് ജലം. അതുകൊണ്ടാണ് നമ്മൾ ജലം വാഹനങ്ങളുടെ റേഡിയേറ്ററുകളിൽ പ്രത്യേകതരം കൂളന്റും ജലവും അടങ്ങിയ മിശ്രിതം ഉപയോഗിക്കുന്നതും. അതുപോലെ എഞ്ചിനുകളിലെ താപം നിയന്ത്രിക്കാൻ വേണ്ടി റേഡിയേറ്ററിൽ വെള്ളം ഉപയോഗിക്കുന്നതൊക്കെ ഈ ജലത്തിന്റെ താപധാരിത കാരണമാണ്. താപനില വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ജലത്തിന്റെ സാന്ദ്രതയിൽ വ്യത്യാസം വരും. സാന്ദ്രത ഏറ്റവും അധികം ആകുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇതിൽ നിന്നും തണുപ്പിച്ചാലും ചൂടാക്കിയാലും വ്യാപ്തം വർദ്ധിക്കും. അപ്പോൾ താപനില വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ജലത്തിന്റെ സാന്ദ്രതയിൽ വ്യത്യാസം വരും. എന്നാൽ സാന്ദ്രത ഏറ്റവും അധികമാകുന്നത് എവിടെ വെച്ചിട്ടാണ് ചോദിച്ചു പറഞ്ഞാൽ 4 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ടാണ്. ഇതിൽ തണുപ്പിച്ചാലും ചൂടാക്കിയാലും എന്താ ചെയ്യുന്നത്? വ്യാപ്തം വർദ്ധിക്കുകയാണ്. അപ്പം തണുപ്പിച്ചാലും ചൂടാക്കിയാലും വ്യാപ്തം വർദ്ധിക്കും. ഐസ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടില്ലേ? അത് ഇങ്ങനെ പൊങ്ങിക്കിടന്ന് അടിയിലുള്ള ജലത്തെ ഐസ് ആവാതെ സംരക്ഷിച്ചില്ല പറഞ്ഞാൽ എന്താണ്? താഴെയുള്ള ജീവജാലങ്ങളെല്ലാം നശിച്ചു പോവുകയാണല്ലേ ചെയ്യാറ്. അപ്പോൾ ജലത്തിന് ഏറ്റവും സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില ഏതാണ്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൊണ്ടാണ് മഞ്ഞുകട്ടയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ്. മഞ്ഞുകട്ടയ്ക്ക് എന്താണ്? ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ്. ഏറ്റവും കൂടിയ സാന്ദ്രത എന്ന് പറയുന്നത് 4 ഡിഗ്രിയാണ്. ഐസ് ആവുന്നത് നമ്മൾ എത്രയിലാണ്? 0-ലാണെന്ന് പറയില്ലേ. ലോക ജലദിനം ആഘോഷിക്കുന്നത് എപ്പോഴാണ്? മാർച്ച് 22-നാണ്. അപ്പോൾ ജലത്തിന്റെ ഐസാവുന്ന 0 ഡിഗ്രിയിലാണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാന്ദ്രത ഉള്ളത് 4 ഡിഗ്രിയിലാണെന്ന് പറഞ്ഞാൽ ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനിയിപ്പോൾ ഈ 100 ഡിഗ്രിയിൽ കൂടുതൽ അതിന് കൊടുക്കുകയാണ്. തിളച്ച് തുടങ്ങുന്നത് മുതൽ അതിന് കൊടുക്കുന്ന താപം മുഴുവൻ എന്തിനു വേണ്ടിയിട്ട് അത് ഉപയോഗിക്കും? അവസ്ഥാ മാറ്റത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ തിളനില ഉയരത്തില്ല. അത് എന്തിനു വേണ്ടി ഉപയോഗിക്കും? അവസ്ഥാ മാറ്റത്തിന് വേണ്ടി അത് ഉപയോഗിക്കും. അതുപോലെ നമ്മൾ ഈ പ്രഷർ കുക്കറുകളിലൊക്കെ ഉപയോഗിക്കില്ലേ, യൂസ് ചെയ്യില്ലേ? അപ്പോൾ അവിടെ എന്താണ് ഉണ്ടാവുന്നത്? ഈ പ്രഷർ കുക്കറൊക്കെ ഉപയോഗിക്കുമ്പോൾ അവിടെ മർദ്ദം കൂടുമ്പോൾ നമ്മൾ പ്രഷർ കുക്കറിൽ പെട്ടെന്ന് തിളച്ച് കിട്ടുമോ? ഇല്ല. കാരണം എന്താണ്? അവിടെ തിളനില കൂടുതലാണ്. എന്തുകൊണ്ടാണ്? അവിടെ മർദ്ദം കൂടുതലാണ്. അപ്പോൾ സാധാരണ തിളനിലയേക്കാൾ ഉയർന്നിട്ടായിരിക്കും പ്രഷർ കുക്കറിൽ ഉണ്ടാവുക. മർദ്ദം കൂടും. അവിടെ മർദ്ദം കൂടുന്നത് കൊണ്ട് തന്നെ അവിടെ തിളനിലയും ഉയരും. അതുകൊണ്ട് പ്രഷർ കുക്കറിൽ ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത് എത്രയാണ്? 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ പ്രഷർ കുക്കറിലെ തിളനില 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ഉയർന്ന പ്രദേശങ്ങളിൽ ജലത്തിന്റെ തിളനില എത്രയാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് 100 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറവായിരിക്കും. കാരണം അവിടെ മർദ്ദം കുറവാണ്. അപ്പോൾ മർദ്ദം കൂടുമ്പോൾ തിളനില കൂടും. അതുകൊണ്ട് തന്നെ പ്രഷർ കുക്കറിൽ 120 ഡിഗ്രിയിൽ കൂടുതലാണ്. ഇനിയിപ്പോൾ ഉയർന്ന പ്രദേശങ്ങളിൽ പോയി പറഞ്ഞാൽ അവിടെ എന്താണ്? മർദ്ദം കുറവായതുകൊണ്ട് തന്നെ അവിടെ 100 ഡിഗ്രി സെൽഷ്യസിൽ കുറവായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ പറയാം, സാന്ദ്രത കൂടുതൽ 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൽ കുറഞ്ഞാലും കൂടിയാലും അതെന്ത് ചെയ്യും പറയുന്നത്? വ്യാപ്തം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ജലം തണുക്കുമ്പോൾ സാന്ദ്രത കൂടുകയും തണുത്ത ജലം താഴ്ന്നു പോവുകയും ചെയ്യും. എന്നാൽ അന്തരീക്ഷ താപനില 4 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറയുമ്പോൾ ജലത്തിന്റെ അസ്വാഭാവിക വികാസം കാരണം ഡെൻസിറ്റി എന്ന് പറയുന്നത് കുറയുകയും വോളിയം കൂടുകയും ചെയ്യും. ഡെൻസിറ്റി കുറഞ്ഞ് വോളിയം കൂടും. 4 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള ജലം ഉപരിതലത്തിൽ കാണപ്പെടുകയും ഇത് ഉയരുകയും ചെയ്യുന്നു. ഇത് ജലോപരിതലത്തിൽ ഐസ് രൂപപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നു. ഈ ഐസിന്റെ പാളി ബാക്കിയുള്ള ജലത്തെ ശൈത്യകാലത്തെ തണുപ്പിൽ നിന്ന് രക്ഷിക്കുന്നു. അതുവഴി ജലാശയത്തിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നു. ഈ ഐസുപാളികൾക്ക് താഴെ ജലജീവികൾക്ക് ജീവൻ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജൻ കൂടെ ചേർന്നാണ് എന്തുണ്ടാവുന്നത്? ജലം ഉണ്ടാവുന്നത്. എന്നാൽ ഹൈഡ്രജന്റെയോ ഓക്സിജന്റെയോ സ്വഭാവങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല? ജലത്തിൽ അവശേഷിക്കുന്നില്ല. അതുപോലെ 3 രൂപത്തിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥയിലും കാണപ്പെടുന്ന ഒരു പദാർത്ഥമാണ് ജലം എന്ന് പറയുന്നത്. ജലതന്മാത്രകൾക്കിടയിൽ പ്രത്യേകമായ ഒരു ആകർഷണ ബലമുണ്ട്. ജലത്തിന്റെ പല സവിശേഷ സ്വഭാവങ്ങൾക്കും കാരണം എന്താണ്? ഈ ആകർഷണ ബലമാണ്. ജലം അന്തരീക്ഷ താപനിലയിൽ ദ്രാവകമായിരിക്കുന്നതിനും ജലത്തിന്റെ പ്രതല ബലത്തിനും എല്ലാം കാരണം ഇതാണ്. എന്ത്? ഈ ആകർഷണ ബലമാണ്.
ഇനിയിപ്പോൾ ഈ ഇങ്ങനെ തന്മാത്രകളെ ആകർഷണ ബലം ഇല്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക? ജലം എപ്പോഴും വാതകാവസ്ഥയിൽ തന്നെയായിരിക്കും അല്ലേ നിലനിൽക്കുക. അപ്പോൾ ഇങ്ങനെ ജല തന്മാത്രകളുടെ ആകർഷണമില്ല പറഞ്ഞാൽ എന്താകാനാണ് സാധ്യത? ജലം വാതകമായി തന്നെ നിലനിൽക്കാനാണ് സാധ്യത. ഇനി ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ചിട്ടാണ് ജലം ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ജലത്തെ വിഘടിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈഡ്രജനും ഓക്സിജനുമാക്കി മാറ്റാനും പറ്റും. എങ്ങനെ? ജലത്തെ വൈദ്യുത വിശ്ലേഷണം ചെയ്തുകൊണ്ട് ഹൈഡ്രജനും ഓക്സിജനുമായി മാറ്റാൻ കഴിയും. ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന താപനിലയാണ് ഖരാങ്കം എന്ന് പറയുന്നത്. അതായത് ഫ്രീസിംഗ് പോയിന്റ്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന താപനിലയാണ് ഖരാങ്കം എന്ന് പറയുന്നത്. ജലത്തിൻ്റെ ഖരാങ്കം എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തെ ഘടകങ്ങളായി വിഘടിപ്പിക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഓക്സിജനും ഹൈഡ്രജനും ആക്കി മാറ്റുന്നതാണ് വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. ശുദ്ധജലത്തിൽ ആസിഡിൻ്റെയോ ആൽക്കലിയുടെയോ സ്വഭാവം ഇല്ലാത്തതിനാൽ ജലത്തെ നിർവീര്യ ലായകം എന്ന് വിളിക്കുന്നു. ജലത്തെ എങ്ങനെയാണ് വിളിക്കുന്നത്? നിർവീര്യ ലായകം എന്ന് വിളിക്കുന്നു. ജലത്തിൻ്റെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? എഥിലീൻ ഡൈ അമീൻ ടെട്രാ അസറ്റേറ്റ് ആണ് ജലത്തിൻ്റെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ SCERT ചാപ്റ്റേഴ്സിൽ കൊടുത്തിട്ടുള്ളത്. എക്സ്ട്രാ കുറച്ച് പോയിന്റ്സ് മാത്രമാണ് വെളിയിൽ നിന്ന് ചേർത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ ജലത്തിൻ്റെ കുറേ ഇമ്പോർട്ടൻസ് ഈ ചാപ്റ്റേഴ്സിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ ബൈ.